സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഗുഡ് മോർണിംഗ് ഫ്രോം ഡൊമിനിക്കൻ റിപ്പബ്ലിക്. ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കരീബിയൻ രാജ്യത്തെ സാന്റോ ഡൊമിംഗോ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് സ്വാഗതം. അതായത് ഈ നഗരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് കാലുകുത്തിയ ദ്വീപുകളിലൊന്നാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. കൊളംബസ് കണ്ടുപിടിച്ച മറ്റൊരു രാജ്യം, അതാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. അപ്പോൾ അന്ന് മുതൽ ഒരു യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് ഇവിടെയുണ്ട്, ഒരു യൂറോപ്യൻ കോളനി. ആ ഒരു യൂറോപ്യൻ കോളനിക്കുള്ളിലുള്ള ഒരു ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. അതായത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ യൂറോപ്യൻ കോളനി ഉള്ളത് ഇവിടെയാണ്, സാന്റോ ഡൊമിംഗോ. ഇതാണ് നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആ പഴയ കോളനി എന്ന് പറയുന്നത്, യൂറോപ്യൻ കോളനി എന്ന് പറയുന്നത്. ഇത് ലാ കൊളോണിയ അല്ലെങ്കിൽ കൊളോണിയൽ സോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാന നഗരത്ത്, അതായത് ഇപ്പോൾ കാണുന്ന ആധുനിക നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാറിയുള്ള ഒസാമ നദിയുടെ തീരത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊളംബസിൻ്റെ ഒരു ഫോർട്ട് ഇവിടെ ഉണ്ട്, കൊളംബസിൻ്റെ കോട്ട. അത് കണ്ടിട്ട് വരാം ആദ്യം. ആ ഒരു കൊളോണിയൽ സോണിൽ ശരിക്കും ഇതിന് ചുറ്റും ഇതുപോലെയുള്ള ഒരു മതിൽക്കെട്ട് കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടിനുള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു കൊളോണിയൽ സോൺ കംപ്ലീറ്റ്. ഇത് പണ്ട് കാലത്തുള്ള ഒരു സംഭവമാണ്, ആ ഒരു മതിൽക്കെട്ടും പരിപാടികളൊക്കെ. നമ്മുടെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവും ബാക്കിയുള്ള പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള മതിൽക്കെട്ടിനുള്ളിലാണ് നിൽക്കുന്നത്, നമുക്കറിയാൻ സാധിക്കും. വേറെ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കിനും പണ്ട് കാലത്തെ ആ ഒരു പരിപാടികളെല്ലാം ഇത്തരത്തിലുള്ള മതിൽക്കെട്ടിനുള്ളിലായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സെറ്റിൽമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഇതുപോലെയുള്ള മതിൽക്കെട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒസാമ നദിയാണ്. ഒസാമ നദിയുടെ മേളിൽ കൂടെ ഉള്ള രണ്ട് മൂന്നും പാലങ്ങളൊക്കെ അവിടെ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒസാമ ഫോർട്രസ് എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്, അല്ലെങ്കിൽ ഫോർട്ടാലസ് ഒസാമ എന്നൊക്കെ പറഞ്ഞാണ്. നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പോയി നോക്കട്ടെ ഞാൻ. നമ്മുടെ കൊളംബസിൻ്റെ ഫോർട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല, കാരണം അത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പല സ്ഥാവര ജംഗമ വസ്തുക്കളും റിനോവേറ്റ് ചെയ്യുന്നതിൻ്റെ പരിപാടിയിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഗൈസ്, മിസ്സായി. ഈ കോട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 1500 കാലഘട്ടങ്ങളിൽ, അന്നാണ് കൊളംബസൊക്കെ ഇവിടെ വന്നത്. 1508 നിർമ്മിച്ചതാണ്. അന്നത്തെ സ്പാനിഷ് കൊളോണിയൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കോട്ട നിർമ്മിച്ചത്. ശരിക്കും ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ആൾക്കാർ ടൈനോ പീപ്പിൾ എന്നാണ് ശരിക്കും പറയുന്നത്, മനസ്സിലായില്ലേ? ടൈനോ പീപ്പിൾ. ഈ ടൈനോ പീപ്പിൾ എന്ന് പറഞ്ഞ ആൾക്കാർ ബേസിക്കലി ഇപ്പോൾ ഇല്ല. കാരണം ഈ യൂറോപ്യൻസ് വന്നതോടുകൂടി ഈ ടൈനോ വംശത്തിൽപ്പെട്ട ഇവിടെ ജീവിച്ചിരുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചു. അതായത് അവർ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ലല്ലോ. നമ്മുടെ സെൻറ്റിനൽ ഐലൻഡ് ഇല്ലേ, നോർത്ത് സെൻറ്റിനൽ ഐലൻഡ്, അവിടേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെ കയറ്റാത്തത് എന്തുകൊണ്ടാണ്? അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് അസുഖം പിടിക്കും. അതുകൊണ്ട് അങ്ങനെ ഈ ടൈനോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ട് ഇവർ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ഈ ദ്വീപുകളൊക്കെ ശരിക്കും തികച്ചും ആൾതാമസമില്ലാത്ത വിജനമായിട്ടുള്ള സ്ഥലങ്ങളായി മാറി. പിന്നീടാണ് ശരിക്കും ഇവിടെ വലിയൊരു സെറ്റിൽമെൻറ്റ് ഇപ്പോൾ കാണുന്ന രീതിയിലുണ്ടായത്. പക്ഷേ എന്നിരുന്നാലും ഈ വന്ന സ്പാനിഷ് ആൾക്കാർ ഈ ടൈനോ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ കല്യാണം കഴിച്ച് ഇവർക്ക് കുട്ടികളുണ്ടായി. ഇപ്പോഴും ഇവിടെയുള്ള പല ആളുകൾക്കും ഈ ടൈനോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ടൈനോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അതേപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന സ്ലേവ്സ് ഇല്ല, അടിമകളായിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് ഈ സ്പാനിഷ് ആൾക്കാർ ഇവിടെ ഈ കോട്ടയും ബാക്കിയുള്ള പല സംഭവങ്ങളും പണിതുയർത്തിയത്. കടൽ കൊള്ളക്കാരിൽ നിന്നും അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ പൈറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ അങ്ങനെയുള്ള പല ആൾക്കാരെ മറ്റുള്ള കൊളോണിയൽ പവേഴ്സ്, വേറെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും, സ്പാനിഷുകാരല്ലേ വന്നത്, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും അവരൊന്നും വന്ന് ഇവിടെ കൈയടക്കാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇത്തരത്തിലൊരു കോട്ട കെട്ടി ഈ ഒരു സെറ്റിൽമെൻറ്റിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്തത്. ഇന്നലെ വന്നിറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ പുറത്തിറങ്ങി നടന്ന് കഴിച്ചു. രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇവിടെ മൊത്തം പോലീസുകാരാണ്, മനസ്സിലായില്ല? എല്ലായിടത്തും ടൂറിസ്റ്റുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി പോലീസുകാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും എല്ലായിടത്തും മൊത്തത്തിൽ. ഈ കരീബിയൻ രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ഈ കണ്ടതിൽ വെച്ചിട്ട് അത്യാവശ്യം ചരിത്രം പറയാനുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കാണ്. ഇവിടെയാണ് കുറച്ചെങ്കിലും ചരിത്രമുള്ളത്.
ഇന്നിപ്പോൾ കുറച്ച് ക്ലൗഡിയാണ്, അതുകൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഓഫ് സീസണാണ്, അതുകൊണ്ട് നമുക്ക് അധികം ടൂറിസ്റ്റുകളെ ഒന്നും കാണാനും പറ്റില്ല. ഇവിടെ നമുക്ക് ഒരു പ്രതിമ കാണാം, ഒരു മോണുമെൻറ്റ് കാണാം. ഇത് ഫ്രൈ നിക്കോളാസ് ഡി ഒവാൻഡോ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പ്രതിമയാണ്. 1451 മുതൽ 1511 കാലഘട്ടം വരെ ജീവിച്ച ഇദ്ദേഹം സ്പാനിഷ് ഗവർണറായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഉള്ള ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഹൈറ്റിയും ഇത് രണ്ടും കൂടെ ചേർന്ന് ഹിസ്പാനിയോള എന്ന് പറഞ്ഞൊരു സിംഗിൾ ഐലൻഡ് ആയിരുന്നു പണ്ട് കാലത്ത്. ഇവന്മാർ വന്ന് ഇവിടെ കൈയടക്കിയ സമയത്ത് കൊടുത്തിരുന്ന പേര് ഹിസ്പാനിയോളയാണ് പിന്നീട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഹൈറ്റിയുമായിട്ട് മാറിയത്. അപ്പോൾ ആ കാലത്ത് സ്പാനിഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ഇവിടുത്തെ പ്രധാന ഗവർണറായിരുന്നു ഇദ്ദേഹം, ഈ കാണുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയലായിട്ടാണ് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ചരിത്ര പുരുഷനാണ് ഈ ഫ്രൈ നിക്കോളാസ് ഡി ഒവാൻഡോയുടെ. പണി എന്തായിരുന്നറിയോ? അതായത് ഇവിടെ വന്നിട്ട് ഇവിടത്തുകാരെ സപ്രസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അവിടെ ശത്രുതയും വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ എന്താ പറയുക, സപ്രസ് ചെയ്ത് അടിച്ചമർത്തി ഇവിടെ സാമ്രാജ്യം കൈയടക്കുക എന്നുണ്ടായിരുന്ന ആ ഒരു വലിയ പണിയാണ് പുള്ളി ചെയ്തത്. ഉച്ച മുതൽ വൈകുന്നേരം വരെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏരിയാസാണ് ഈ കാണുന്നതൊക്കെ. ഇവിടേക്ക് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും മറ്റൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാന്ന്. ഇവിടുത്തെ വണ്ടികളുടെ എല്ലാം പുറകിലാണ് നമ്പർ പ്ലേറ്റ് ഉള്ളത്. മനസ്സിലായില്ലേ? മൊത്തത്തിൽ അതെന്താ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്, പുറകിൽ മാത്രമേ നമ്പർ പ്ലേറ്റ് ഉണ്ടാവുള്ളൂ, ഫ്രണ്ടിൽ ഒരിടത്തും നമ്പർ പ്ലേറ്റും പരിപാടികളൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കെട്ടിടങ്ങളാണ്. എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കിനും പോണ്ടിച്ചേരിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള കെട്ടിടങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ നൈസ് ഒരു ആംബിയൻസ് ആണ് കേട്ടോ മൊത്തത്തിൽ. ഇവിടെ നമുക്ക് കസ ഡെൽ കോർഡോ എന്നും പറഞ്ഞുകൊണ്ടൊരു വീട് കാണാം. അതായത് പണ്ട് കാലത്ത് ഇവിടെ വന്ന സമയത്ത് ഈ കൊളോണിയൽ സോണിൽ ആദ്യമായിട്ട് നിർമ്മിച്ച വീടുകളിലൊന്നാണ് ഇത് എന്നാണ് പറയുന്നത്. ലൈം സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ലൈം സ്റ്റോൺ കെട്ടിടങ്ങൾ കണ്ടില്ലേ, കൊള്ളാമല്ലേ വീട്? ആ ഒരു സംഭവം. ബാക്കിയുള്ളതെല്ലാം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി പുതിയ രീതിയിലേക്ക് മാറ്റിയപ്പോഴത്തേക്കിനും ഇത് അവർ ആ ഒരു അട്രാക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള പല സംഭവങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഇപ്പം. ഹായ്, യു ആർ നൈസ് ബാഗ് മാൻ. Thank you. It's a Royal Enfield bike. It's from India. Yeah, no. Yeah. That's very good. Yeah, it's I good. like it. You like it? Yeah. What's your name? Paul. You're from here? Yeah. Nice to meet you. Nice to meet you Yeah, too. bye. Bye. ബ്രോ ഇവിടെ ഫുൾ ഇന്ത്യൻ ബൈക്കുകളാണ് ബ്രോ. ബജാജ്, റോയൽ എൻഫീൽഡ്, അടിപൊളി റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക്. ഇവിടെ എല്ലാം റോയൽ എൻഫീൽഡ് ഫാൻസാണ് ഗൈസ്. ഞാൻ ആ റോയൽ എൻഫീൽഡ് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആക്ച്വലി അവരോട് സംസാരിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, ഇതെന്താണ് ഇവിടെയൊക്കെ ഫുൾ ട്രാഫിക്കാണല്ലോ. ഇതിവിടുത്തെ പാർക്കിംഗ് ആണല്ലേ. പാർക്കിങ്ങിലേക്ക് ആൾക്കാർ വണ്ടി കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് കൊളംബസിൻ്റെ തന്നെ ബാക്കിയുള്ള പല സംഭവങ്ങളും കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കൊളംബസിന് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം കൾച്ചറൽ സെൻറ്ററുകളും പിന്നെ ഹെറിറ്റേജ് ഹോട്ടലുകൾ, ബൊട്ടീക്ക് ഹോട്ടലുകൾ, അങ്ങനത്തെ പല സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. ഇനി സിറ്റിയുടെ മറ്റൊരു വശത്ത് പോയി കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡേൺ സിറ്റി നമുക്ക് കാണാനും സാധിക്കും. ഇത് ഇവിടുത്തെ ഒരു സുവനീർ സ്റ്റോറാണ്. സുവനീറുകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം. Hey, is this 1990? I think so. But they give you 40% off Okay. when you pay cash, 20% off when you pay with credit card. Okay. How much is it? This one, you pay dollar or pesos? I pay pesos. Pesos. This one, 1,800. You pay and a half, 900. Okay. Altimo, ¿sí? Thank you. ഇവരുടെ സ്പാനിഷ് പാട്ടുകളുണ്ടല്ലോ, അയ്യോ അത് വേറെ ലെവലാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പാനിഷ് സോങ്സ്. സ്പാനിഷ് ആ ഒരു അതൊക്കെ അങ്ങനല്ല അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ടല്ലോ, ഭയങ്കര രസമാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ. അപ്പോൾ ഞാൻ ഒരു കടയിൽ കയറി സുവനീർ ഒരു ബെല്ല് വാങ്ങിച്ചു. ഒരു ബെല്ല്, മറ്റേ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ബെല്ല്. അത്യാവശ്യം കത്തിയാണ്. അവർ പറഞ്ഞ റേറ്റിൻ്റെ പകുതി റേറ്റ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഇത്തരത്തിലുള്ള മറ്റേ സൈക്കിൾ റിക്ഷ പോലത്തെ വണ്ടികളും പിന്നെ ഇത്തരത്തിലെ ആളുകളെ ടൂറിനൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിൻ പോലത്തെ വണ്ടികളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊളംബസ് പാർക്കും അതേപോലെ തന്നെ കൊളംബസിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്ന, അതായത് കൊളംബസിനെ
സംസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന അല്ലെ കൊളംബസിൻ്റെ മൃതദേഹം വെച്ചിരുന്ന ഒരു പള്ളി നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ പള്ളിയൊക്കെ ഇവിടെ ഭയങ്കര അട്രാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും മറ്റുമൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഇവിടെ ബഹാമസിൽ പോയപ്പോഴത്തേക്കിനും കൊളംബസിൻ്റെ പ്രതിമ തച്ചുടച്ചതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കൊളംബസിൻ്റെ പ്രതിമ കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. സോ കൊളംബസ് പാർക്ക് എന്നറിയപ്പെടുന്ന ഈ പാർക്ക് ഇവിടുത്തെ വലിയ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ. അപ്പോൾ ഈ കൊളംബസ് പാർക്കിലുള്ള കൊളംബസിൻ്റെ പ്രതിമയും ഒരു പള്ളിയുമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു കത്തീഡ്രലാണത്. പിന്നെ കത്തീഡ്രലിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ ധാരാളം ഇതുപോലെയുള്ള ചെറുതും വലുതുമായ കെട്ടിടങ്ങൾ ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. പക്ഷേ ചരിത്രം നിറഞ്ഞൊരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. 1492 കൊളംബസ് നടത്തിയ ആ ഒരു യാത്രയിലാണ് ഇവിടെയുള്ള പല രാജ്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇവിടെയുള്ള പല ദ്വീപുകളും യൂറോപ്യൻസ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു അല്ലേ. അമേരിക്ക പോലും ഇന്ത്യ ആണെന്ന് കരുതി പോയിട്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അവിടുത്തെ ആൾക്കാരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. പിന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ അമേരിക്ക കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യ കണ്ടുപിടിക്കാനായിട്ട് പോയി അമേരിക്ക കണ്ടുപിടിച്ച ആ ഒരു യാത്രയിൽ അതിന് മുമ്പായിട്ട് ഇവർ കണ്ടുപിടിച്ച രാജ്യമാണ് ഹിസ്പാനിയോള എന്ന് പറയുന്ന ഈ നമ്മളിപ്പോഴത്തെ ഹെയ്ത്തിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും കൂടിയുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള ദ്വീപ്. ആ ഒരു ദ്വീപിൽ 1492 ക്രിസ്റ്റഫർ കൊളംബസും കൂട്ടരും വന്ന് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയൊക്കെ ആകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അതിനുശേഷം ഇവിടെ നടന്ന സ്പാനിഷ് അധിനിവേശവും ബാക്കിയുള്ള പല പരിപാടികളും സംഭവങ്ങളും ഒക്കെ നമുക്ക് ചരിത്രം വായിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊളംബസ് പാർക്കിൽ നമുക്ക് ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമ കാക്ക തൂറിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോറി ഗൈസ്, കാക്കയല്ല, ഇവിടെ മൊത്തം പ്രാവാണ്. ആ പ്രാവ് തൂറിയിട്ടിരിക്കുന്ന ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രതിമ, ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ മറ്റിടത്ത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു, ഇവിടെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു ഇൻസൾട്ടാണ് ബേസിക്കലി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു മനുഷ്യൻ്റെ പ്രതിമയോട് കാണിക്കുന്നൊരു വലിയൊരു അനാദരവായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പാനിഷ് ആൾക്കാർ ഇവിടെ വരുമ്പം അവരൊക്കെ പറയുന്ന അത്തരത്തിലുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇവിടെ മൊത്തം പ്രാവിൻ്റെ അധിനിവേശമാണ് ഇപ്പോൾ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ അവർ വന്ന് അധിനിവേശം നടത്തിയ പോലെ തന്നെ ഇവിടെ മൊത്തം ഇപ്പോൾ പ്രാവുകളുടെ അധിനിവേശമാണ്. വലിയ വൃത്തിപന സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്രതിമ നമുക്കിവിടെ കാണാം. ഈ ഒരു പ്രതിമ ഇരിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു നങ്കൂരം ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു ആങ്കറിൻ്റെ സൈഡിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഒരിടത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു പ്രതിമ ഇരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു സ്ലേവിനെ പോലുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്ന, എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അതാണ് ആ ഒരു പ്രതിമ. ഇവിടെ എല്ലാം കാക്കതൂറി ഇട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, പലരും അത്ഭുതത്തോടെയാണ് ഇപ്പോഴും ഈ ഒരു രാജ്യത്ത് ഈ ഒരു കൊളംബസിൻ്റെ പ്രതിമ നിൽക്കുന്നതിനെ കാണുന്നത്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊളംബസിൻ്റെ പ്രതിമ പലതും തച്ചുടച്ച് അവർ, കാരണം ഒരിക്കലും ഒരു എന്താ പറയുക അടിമത്വം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രതിമ നമ്മൾ വെച്ച് ഉറപ്പിക്കുമോ? ഇല്ലല്ലോ. അതായത് ഒരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലെ ആൾക്കാരെ അടിമകളാക്കി അവിടെ അവരെ കൊന്നൊടുക്കി ശരിക്കും ചെയ്ത ഒരു വ്യക്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും, കോളനൈസേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മഹത്വവൽക്കരിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാനും പറയുന്നത്. എന്തായാലും ഇവിടെ അതുണ്ട്, ഇവരുടെ ടൂറിസ്റ്റ് സംഭവങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കൊളംബസിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലവും പിന്നെ ആ ഒരു സമീപത്തുള്ള കത്തീഡ്രലും ഒക്കെ നമുക്ക് പോയി കാണാം. ഇതിൻ്റെ എക്സിറ്റാണ്, ഇതിൻ്റെ എൻട്രൻസ് എനിക്ക് തോന്നുന്നു ഈസ് ഓൺ ദ അതർ സൈഡ് ഐ ഗെസ്. നമുക്ക് കൊളംബസിനെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഐ എം ഹംഗ്രി, സൂപ്പർ ഹംഗ്രി. വിശക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് ഫുഡ്. ഇത് അസപ്പാവോ എന്ന് പറയും, ASOPAO, അസപ്പാവോ. അസപ്പാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരീബിയൻ ഡിഷാണ്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും പോർട്ടോറിക്കോയിലും ഒക്കെ കാണുന്ന ഒരു ഡിഷാണ്. ഇത് സൂപ്പ് എന്നാണ് ഇവർ ഇതിനെ പറയുന്നത്. ഇത് അസപ്പാവോ ചിക്കൻ. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ചോറ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ആണോ ഗ്രീൻ പീസ്, പിന്നെ ചിക്കനുണ്ട്, പിന്നെ തക്കാളി, ബെൽ പെപ്പേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമ്മുടെ ബിസിബെലെ ഭാഗത്ത് പോലെ കിട്ടുന്നൊരു സാധനം, അതാണ് അസപ്പാവ്. അസപ്പാവ് എങ്ങനെയാണ് കഴിച്ചു കൊടുക്കുക? ഭയങ്കര ഹെവി ആണല്ലോ, ഇത് കുറേ ഉണ്ടല്ലോ. നമ്മുടെ റിസോർട്ടോ ഇല്ലേ, ആ റിസോർട്ടോ ഒക്കെ പോലിരിക്കും. ഇതെന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയില്ല. മധുരം ആവാട്ടിരുന്നാൽ മതിയായിരുന്നു. വാവ്, പൊളി, കിഡിലെ സാധനം, അടിപൊളി. വാവ്, മധുരമൊന്നുമില്ല കേട്ടോ. ഏയ് ഇതുകൊള്ളാലോ, ഇത് കിഡിലെ സൂപ്പി ടേസ്റ്റ്. ഞാനിവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ആ ഫുഡും ആ സാധനവും ഒരു ബിയറും കൂടെ 1800 രൂപയായി. അത് ടൂറിസ്റ്റ് സ്ഥലമല്ലേ, ടൂറിസ്റ്റ് എക്സ്പ്ലോട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും അത്രയൊക്കെ എക്സ്പെൻസീവ് ആവും. ഇതിപ്പോൾ അമേരിക്ക ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയേനെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിനി ആ ഒരു കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറാം.
നമ്മുടെ കൊളംബസിൻ്റെ മരണത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയെ പറ്റിയും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളംബസ് മരിച്ചത് സ്പെയിനിൽ വെച്ചാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളുടെ നിർദ്ദേശപ്രകാരം ക്യൂബയിലേക്കും അതേപോലെ തന്നെ സാൻഡോ ഡൊമിംഗോയിലേക്കും ആ ബോഡി ഇവർ ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നു, ക്യൂബയിലുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. പിന്നെ ഇവിടെ നിന്ന് ആ ഒരു ബോഡി കൊണ്ടുപോയിട്ട് സ്പെയിനിലെ സെവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ശരിക്കും സെവിലിൽ ഇരിക്കുന്ന കൊളംബസിൻ്റെ ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടുത്തെ DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അത് കൊളംബസിൻ്റെ തന്നെയാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നും വാർത്തകൾ കാണാം, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കിനും കൊളംബസിൻ്റെ ബോഡിയെ പറ്റിയും കൊളംബസിൻ്റെ മരണത്തെ പറ്റിയും ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഏരിയൊക്കെ അടിപൊളിയാട്ടോ. ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിനെ പറ്റി പ്രതീക്ഷിച്ചത്. ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും വേറെ ഒരു സെറ്റപ്പാണ്. നമ്മളിപ്പം പോകുന്ന ദ്വീപ് രാഷ്ട്രങ്ങളിലെല്ലാം നമ്മൾ കണ്ട കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരുന്നല്ലോ. ഇത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ ഒരു സ്ഥലം എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആ കത്തീഡ്രലിൻ്റെ മുമ്പിലെത്തി. ആ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് 80 പെസോസ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 100-110 രൂപ. ഓഡിയോ ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കാം. അങ്ങനെ ഓഡിയോ ഗൈഡൊന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ അതല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതാണ് ആ മനോഹരമായിട്ടുള്ള കത്തീഡ്രൽ. ശരിക്കും ഇതതിൻ്റെ ബാക്ക് സൈഡ് ആണെന്നാണ് എനിക്ക് ബാക്ക് സൈഡ് ഫ്രണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും നോക്കാം. ആ ഒരു പണ്ടത്തെ സാധനം അവർ റിനോവേറ്റ് ചെയ്ത് പൊട്ടപ്പനാക്കി വെച്ചിരിക്കുക കേട്ടോ. നല്ല AC ഒക്കെ ഇട്ട് സെറ്റാക്കി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പള്ളി ഗൈസ്. ഇത് നല്ല വലിയൊരു പള്ളിയാണ് കേട്ടോ. ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പണ്ട് കാലത്തെ ഒരു യൂറോപ്യൻ ആർക്കിടെക്ചറാണല്ലോ ഈ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലും ഫോർട്ട് കൊച്ചിയിലും അങ്ങനെ പല സ്ഥലത്തും പണ്ട് കാലത്ത് നിർമ്മിച്ച പള്ളികളൊക്കെ ഗോത്തിക് സ്റ്റൈലിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കത്തീഡ്രലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ കത്തീഡ്രൽ, അതായത് ആദ്യമായിട്ട് നിർമ്മിച്ച അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴയ കത്തീഡ്രലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1504 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1550 പൂർത്തിയായത്. അത്രയും വർഷം എടുത്തിട്ടാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചത്. ഇവിടെ വളരെ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന ആളുകൾക്ക് ഇതുപോലെ ഒരു മേൽമുണ്ട് പോലത്തെ ഒരു സാധനം കൊടുക്കും. നമ്മുടെ അമ്പലത്തിലും മറ്റുമൊക്കെ നമുക്ക് പോകുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതേപോലെ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും നമുക്കിതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഇതുപോലെ ഒരു സാധനം നമുക്ക് കിട്ടാറുണ്ട്. എൻ്റെ നിക്കറിന് അത്യാവശ്യം ഇറക്കമുള്ളതുകൊണ്ട് എനിക്കൊന്നും തന്നില്ല. ലൈം സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പള്ളി ശരിക്കും ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും ഇതിനകത്തെ ഓരോ വർക്കും, പ്രത്യേകിച്ച് അൾത്താരയൊക്കെ വളരെ മനോഹരമാണ്. അൾത്താരയ്ക്ക് ഉപരിയായിട്ട് അതിന് സമീപത്തുള്ള പല വർക്കുകളും അത്രയ്ക്ക് മനോഹരമായിട്ട് തന്നെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് മാമോദീസയൊക്കെ നിൽക്കുന്ന സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അതല്ലേ ഇത്? അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ. മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ ബാക്കിലെ ആ ചില്ലിലുള്ള ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ നോക്കൂ, എന്ത് ഭംഗിയാണല്ലേ. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ രഥോത്സവമൊക്കെ കാണത്തില്ലേ, അതേപോലെ പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇത് എനിക്ക് തോന്നുന്നു എന്തോ ഡ്രാമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവമാണെന്ന് തോന്നുന്നു. കൊള്ളാമല്ലേ. അതിനകത്ത് പശുവും പിന്നെ യേശുക്രിസ്തുവും പിന്നെ ബാക്കിയുള്ള പല ക്യാരക്ടേഴ്സും ഉണ്ട് അല്ലേ. ഈ ഉപദേവാലയങ്ങളുള്ളതുപോലെ തന്നെ ഇതിനകത്തും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥന മുറികൾ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രാർത്ഥന മുറിയാണ്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്ന ഒരു പള്ളിക്കകത്ത്. സാധാരണ നമ്മൾക്ക് മെയിൻ ആൾത്താരയല്ലേ നമുക്ക് കാണുകയുള്ളൂ, പക്ഷേ ആൾത്താരയ്ക്ക് സമീപമായിട്ട് ഇത് ഒരു പ്രാർത്ഥന മുറി, അപ്പുറത്ത് വേറൊരു പ്രാർത്ഥന മുറി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സബ്ബായിട്ടുള്ള പല സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇവരുടെ കുമ്പസാരക്കൂട് ഉണ്ടല്ലേ. ഇവിടുത്തെ കുമ്പസാരക്കൂടി ഇങ്ങനെയാണ്. അങ്ങനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി, അതും സ്പാനിഷുകാർ വന്ന് നിർമ്മിച്ച പള്ളി. ആ പള്ളിയിലാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത്. ഇതിലൊത്തിരി ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ മറ്റേ ഈ പറഞ്ഞ പോലെ റീവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതൊന്നും ഒറിജിനലല്ല, ഇതൊക്കെ റീവർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കാരണം ഈ ലോകത്ത് ഇന്ന് കാണുന്ന പല ലോകാത്ഭുതങ്ങളും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും ശരിക്കും തകർക്കപ്പെട്ടതും നാശമായി പോയിട്ടുള്ളതുമൊക്കെയാണ്. അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനമൊക്കെ അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണ് ശരിക്കും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെയും അതേപോലെ തന്നെ അതുപോലെയുള്ള പല ആളുകൾക്കും ഉള്ളത്. ഇവിടെയുണ്ട് ഭണ്ഡാരം. എനിക്ക് പള്ളിയിലെ നേർച്ചപ്പെട്ടിയാണ് ഈ കാണുന്നത്. കണ്ട, ചെറിയൊരു നേർച്ചപ്പെട്ടി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും മഴ പെയ്തു ഗൈസ്. ഇവിടെ നല്ലൊരു മഴ. ഇത്ര നേരം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് മഴ പെയ്തത്. പക്ഷേ അതേസമയം വെയിലും ഉണ്ട്.
മഴ കഴിഞ്ഞു ചെറിയൊരു മഴയായിരുന്നു, കുഞ്ഞു മഴ കഴിഞ്ഞു. അപ്പം നമ്മൾ കണ്ടത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ യൂറോപ്യൻ പള്ളികളിലൊന്ന്. ഒരു മഴ പെയ്തപ്പോഴത്തേക്കിനും ഇവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളൊക്കെ റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കയറി. അതെന്നാലും നന്നായി, റെസ്റ്റോറൻറ്റുകാർക്കൊക്കെ അത്യാവശ്യം നല്ല കച്ചവടം കിട്ടി. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടില്ലേ, നല്ല വെയിൽ വന്ന് വെതർ നല്ല അടിപൊളിയായി നിൽക്കുന്നത് കണ്ടോ. എന്തൊക്കെയോ കുറേ മരങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ മൊത്തം പ്രാവുകളാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ലോകത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കല്ല് പാകിയ പെഡസ്ട്രിയൻ പേവ്ഡ് സ്ട്രീറ്റ് ഉള്ള രാജ്യം ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ അവിടെ കുറേ ആൾക്കാരിരുന്ന് പാടുന്നത് കണ്ടോ നോക്കി. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥലത്തൂടെയാണ് നടക്കുന്നത്. ഇതിവിടുത്തെ ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റാണ്. വൈകിട്ടാകുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്ന ഒരു പെഡസ്ട്രിയൻ സ്ട്രീറ്റാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഈ പറഞ്ഞ പോലെ ഹോട്ടലുകളും എയർബിഎൻബികളും റെസ്റ്റോറൻറ്റുകളും സൂവനീർ ഷോപ്പുകളും അതൊക്കെയാണ് കൂടുതലും ഉള്ളത്. ക്യൂബയുടെ സമീപത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ടും സ്പാനിഷ് ഇൻഫ്ലുവൻസ് നന്നായിട്ടുള്ളത് കൊണ്ടും സ്പാനിഷ് ആണല്ലോ സംസാരിക്കുന്നത്, ഇവർക്ക് സിഗാർ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഞാൻ എയർപോർട്ട് മുതൽ കാണുന്നതാണ്. ഇതുമാത്രമല്ല ഇവിടെ പബ്ലിക്കായിട്ടും എല്ലാവരും സിഗരറ്റിലുപരിയായിട്ട് സിഗാർ വലിച്ച് നടക്കുന്ന കാണാൻ സാധിക്കും. സിഗാർ വലിക്കുന്ന ചെഗുവേരെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഇവരൊക്കെ ആൾക്കാർ സിഗാർ വലിക്കുന്നത്. ഇതൊരു സിഗാർ ഷോപ്പ് ആൻഡ് ഫാക്ടറി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന കലാകാരന്മാരുടെ ചിത്രങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു കലാകാരൻ അദ്ദേഹം വരച്ച കഴിവുകൾ ഇതേപോലെ ഇവിടെ വന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ചിലർ ലൈവായിട്ട് അവിടെ നിന്ന് വരയ്ക്കും. എനിക്ക് തോന്നുന്നു പുള്ളി മഴ പെയ്തപ്പോൾ ഇതൊക്കെയൊന്ന് എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് വീണ്ടും സെറ്റാക്കുകയാണെന്ന് തോന്നുന്നു. പാവം. പണ്ട് കാലത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു രാജ്യമാണ്. ഇപ്പം വളരെ മികച്ച രീതിയിൽ GDP-യിൽ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ നെയ്ബറിങ് കൺട്രി ആയിട്ടുള്ള ഹൈത്തി എന്ന് പറഞ്ഞ സ്ഥലത്തെ ദാരിദ്ര്യവും അവിടുത്തെ കാര്യങ്ങളുമാണ്. കാരണം ഹൈത്തി ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര പ്രശ്നമാണ് ഹൈത്തി. ഞാൻ ഇത്തവണ നമുക്ക് പോകാൻ പോലും പറ്റില്ല, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടേറിയൊരു സ്ഥലമാണ് ഈ ഹൈത്തിയിൽ നിന്ന്. ആക്ച്വലി അവിടുത്തെ ആളുകളൊക്കെ ചികിത്സയ്ക്ക് വരുന്നത് ബേസിക്കലി ഇവിടെയാണ്. പ്രത്യേകിച്ച് ഏകദേശം 50% ഹൈത്തി യുവതികൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രസവത്തിന് വേണ്ടി ഇവിടേക്ക് വരും. കാരണം അവർക്ക് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആളിൻ്റെ നാഷണാലിറ്റി ഒന്നും നോക്കാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള നിയമം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ദേ വിൽ ഗെറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക്, ഇവരുടെ രാജ്യത്തിൻ്റെ വലിയൊരു തുക ഹൈത്തിയിൽ നിന്ന് അനധികൃതമായിട്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ ചികിത്സയ്ക്കും കൂടെ വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ സംഭവമാണല്ലോ. ഹൈത്തിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ശരിക്കും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനധികൃതമായിട്ട് വന്ന് താമസിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത്തരത്തിൽ അനധികൃതമായിട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർ കാരണം ഈ രാജ്യത്ത് ധാരാളം ക്രൈമും ഉണ്ടാവുന്നുണ്ട്. Hello, how are you? I think you speak Spanish. How are you? Yeah. We have a kitchen, 50 pesos. Okay. Dominican price. That's okay. No American price. This is money. Look at it. Look. Oh. This is good quality. This is not Chinese shit. No bullshit from China. Okay. How much? 150 pesos for you. This one, 150 pesos for you. 150? For American, 300. 150? For you, 150. You look Dominican. You Indian like me. Yes, India. Yeah. My generation, Spanish in India, went to Spanish coming to the island. Okay. They find my people, the Taino, the Indian. Oh. They real owner from the land. I And see. the fucking Spanish, they killing to everybody and they steal the whole gold from here. He do the same thing everywhere in the Caribbean. Oh, yeah, that's true. Yeah, everywhere to Spanish go, they killing and they steal. Okay. How you doing? Good? Yeah, I'm good. Yeah. Where you living? You living in I live close. Yeah. Oh, Baba, you live in India or United I live in India. Bombay, No, Kerala. Kerala. Yeah, south. Hello, India now. Yeah, it's good. India is good now. And later, in the corner left, Dominican food. Dominican? Good food and cheap. Okay. Rice, bean, chicken, green salad, cheap. Oh, okay. That way, Just now I had Dominican food. What is that? Osa. What is that? Osa. I forgot the name. Yeah. sancocho. I forgot the name. I'll show you. This one. Yeah. Oh yeah, yeah, sancocho. Yeah, something like that. Yeah. Sancocho. It's nice. Good. You find there. Yeah, good. Any local food. Yeah. You check it out. Okay. So I'll take this. Yeah. പാവമ്പുള്ളി അത്രയും സംസാരിച്ചല്ലേ എടുക്കണ്ടേ മോശമല്ലേ. Do you have Santo Domingo? Yes, Santo Domingo Colonial School. This is not good. You check it out. But this is the map. Santo Domingo everywhere. The whole thing. Okay. The whole thing. കച്ചവടം അറിയാവുന്ന ഏട്ടാ. Thank you. You remember? In the corner left, Mimosa. Okay. Then another Restaurant? Yeah, another thing. One block.
two globes. Right, Ah. left. Ah. Colombian pussy. Colombian? John pussy, beautiful. Colombian pussy, nice. Girls? Yeah. Oh, really? Colombian, Dominican, Uh-huh. Venezuela, Uh-huh. Haiti, Uh-huh. Okay. What? All good. John one, beautiful. Beautiful. Okay. You like pink pussy? No. Okay, thank you. Bye. Yeah. Only for you see. Come and you see to the restaurant. No, I'm good. I just had food. I'm full. Okay, thank you. Bye. എൻ്റെ പുള്ളിയോട് ചോദിച്ചുകൊണ്ട് ഡു യു ലൈക്ക് പിങ്ക് പുസിന്ന്. ഇവിടെ ഡൊമിനിക്കൻ കിട്ടും, മറ്റത് കിട്ടും, അത് കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ സ്ഥലമാണ്. അവിടെ പോകാമെന്നൊക്കെ. എൻ്റെ ചേട്ടൻ്റെ രക്ഷയില്ല കേട്ടോ. അയ്യോടാ കൊള്ളാം. അതെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഭയങ്കര ചീപ്പാണ് ഈ സ്ഥലം. ഭയങ്കര, അതായത് കരീബിയനിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലമാണ്. അമേരിക്കക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാകരയാണ്, അതുപോലത്തെ സ്ഥലമാണ്. സോ ഹിയർ എവറിത്തിങ് ഈസ് ചീപ്പ്. പിന്നെ ഇത് നമ്മുടെ കരീബിയൻസിലെ പട്ടായ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. ഞാൻ അതൊന്നും സംഭവം ഇവിടെ കണ്ടില്ല, ആ ഏരിയയിലൊന്നും ഞാൻ പോയില്ല. സോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇവിടെ. ഞാൻ അടുത്തൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വണ്ടി വരുന്നത് സുസുക്കി ഓൾട്ടോ കാർ. ഇവിടുത്തെ ഓൾട്ടോ കാർ. ചേട്ടാ ഇവിടെ ഐ എം ഹിയർ. വൈറ്റ് സുസുക്കി ഓൾട്ടോ. ഇതാണല്ലോ ഇവിടുത്തെ ഓൾട്ടോ കാർ. ഓളാലോ, നൈസാണല്ലോ. ക്യൂട്ട്. ഹലോ, ഓലാ 7144. ഞാൻ ഈ ഓൾട്ടോ കാറിൽ കയറി ഞാനിപ്പോൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന കെട്ടിടമാണ്. ആ കാണുന്ന കെട്ടിടത്തിൻ്റെ പേരെന്ന് പറയുന്നത് കൊളംബസ് ലൈറ്റ് ഹൗസ് എന്നാണ്. ഇതൊരു ലൈറ്റ് ഹൗസ് ഒന്നുമല്ല. നമുക്ക് ദൂരെ നിന്ന് ആ കെട്ടിടം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു വ്യത്യസ്തമായ ഷേപ്പിലുള്ള ഒരു കെട്ടിടം. കൊളംബസിൻ്റെ ആ ഒരു കൊളംബസ് മെമ്മോറിയലായിട്ട് ഇവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയ ഒരു മ്യൂസിയം ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ബിൽഡിംഗ് ആണ് ഈ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലുള്ള ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. വലിയ ഒരു സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു മെനകുറവ് എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നമുക്കിവിടെ വരുമ്പോൾ നമുക്കിത് കാണാം. ഫറോവ കൊളോൺ എന്നാണ് ഇതിന് ഇവരുടെ സ്പാനിഷ് ഭാഷയിൽ പറയുന്ന പേര്. എന്ന് പറഞ്ഞാൽ കൊളംബസ് ലൈറ്റ് ഹൗസ് എന്നാണ്. ഇതിൽ കയറി വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഈ ചുമരുകളിലൊക്കെ സ്പാനിഷ് ഭാഷയിൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. 1 2 3 4 5 ഒരു 6-7 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. ഇതേ ഒരു മെനയില്ലാതെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാടൊക്കെ പിടിച്ച് പുല്ലൊക്കെ പിടിച്ച് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇങ്ങനെ മറ്റ് വേസ്റ്റ് മറ്റുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ ഒരു വൃത്തിമെനയായിട്ട് സൂക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു നഗരത്തിൻ്റെ അതായത് ഇവിടുത്തെ ഈ ഒരു സാൻഡോ ഡൊമിംഗ നഗരത്തിൻ്റെ ആ ഒരു പുതിയ ഫേസ് കാഴ്ച നമുക്ക് അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. ഇത് ശരിക്കും കരീബിയൻ ദ്വീപുകളിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൊമിനിക്കൻ റിപ്പബ്ലിക് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും ബീച്ച് സൈഡാണ്, അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗം അറ്റ്ലാന്റിക് ഓഷ്യനും ഒരു ഭാഗം കരീബിയൻ കടലുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ ഇവിടെയൊക്കെ പായൽ പിടിച്ച് കിടക്കുന്നത് അല്ലേ മൊത്തത്തിൽ. ഇതിൻ്റെ ഏതൊരു സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഇതിനകത്ത് കയറാൻ ടിക്കറ്റ് ഉണ്ടോ? എൻട്രൻസ് ടിക്കറ്റ് ഡൊമിനിക്കൻ ആൻഡ് ഫോറിൻ അഡൾട്ട്സ് 200 ഡൊമിനിക്കൻ പെസോസ്. ഇവർക്ക് ആർക്കോ വേണ്ടി ജോലി ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ പലതും. താങ്ക് യു. ഒന്നാമത് ഇവർക്ക് ആർക്കും ഭാഷ അറിയത്തില്ല. 1 2 3 4 പോലും അറിയില്ല, മനസ്സിലായില്ലേ? പിന്നെ കുഴപ്പമില്ല. ഹലോ. Oh? You want the tour guide who can? Ah, no, it's okay. I'm good. Yeah, Okay, thank you. enjoy. Thank you. ടൂർ ഗൈഡൊന്നും വേണ്ട. ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1492 മുതലുള്ള ഒരു ചരിത്രങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് 1492 ആണല്ലോ ഈ കൊളംബസ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ആ കൊളംബസ് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ മുതലുള്ള കുറേ കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണേണ്ടത്. പക്ഷേ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു ഗ്യാലറി പോലെയൊക്കെയാണ്. കുറേ ഡേറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മോഡേൺ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന എന്തോ വലിയ കൺസെപ്റ്റൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. പക്ഷേ വളരെ പൂർലി മെയിൻറ്റൈൻഡ് ആണ്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു സ്തൂപം കാണാം. ഇതിനകത്തൊരു തേങ്ങയില്ല ഗൈസ്, മനസ്സിലായില്ലേ? വെറുതെ അല്ലേ ഇവിടെ ആരും വരാത്തത്. ഇത് പുറത്തുനിന്ന് കാണാൻ മാത്രമേ ഉള്ളൂ കൊള്ളാവുന്ന. വെറുതെ 200 രൂപയും കൊടുത്തിട്ട് അതിനകത്ത് കയറി. പക്ഷെ എൻ്റെ ദൈവമേ, ഒന്ന് ആലോചിച്ച് എന്തോരം പൈസ മുടക്കി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണെന്ന് നോക്കിയും ഇവിടെ അങ്ങ് ഒരൊറ്റ മനുഷ്യനില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്ന് ആലോചിച്ച് കഷ്ടമുണ്ടല്ലേ.
ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഉണ്ട്. ഇതിന് പകരം ഇത് വല്ല ഹോട്ടലായിട്ടും പണിതായിരുന്നെങ്കിൽ പിന്നെയും കുറച്ച് ആൾക്കാർ വന്നേനെ. ഇല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു പിന്നെയും കൊള്ളായിരുന്നു. എന്തോ ഹൈറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇത്രയും വലിയ ബിൽഡിങ്ങിനുള്ള ഏക ടൂറിസ്റ്റ് ഞാനാണ് ഗൈസ്. മനസ്സിലായോ എനിക്ക്? ഇതിനകത്തൊക്കെ കയറി കാണാനായിട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ, വേറെ ആരുമില്ല, സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും ഇതിനകത്തോരോന്ന് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ് മറ്റേ കൊളംബസിൻ്റെ ജീവിതവും അതുപോലെ തന്നെ കൊളംബസ് ഇന്ത്യയിലേക്കുള്ള മറ്റു വഴി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇറങ്ങിയ ആ ഒരു യാത്രയിൽ അമേരിക്ക കണ്ടുപിടിച്ചതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അതിൻ്റെ കോളനൈസേഷനും ബാക്കിയുള്ള പരിപാടികളുടെയൊക്കെ എഴുത്തുകുത്തുകളും തുടങ്ങി പല പല സംഭവങ്ങളും പഴയ ചരിത്ര കാര്യങ്ങളും മറ്റുമൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനുള്ളിലുള്ളത്. ഇതിനകത്തൂടെ കയറിയിട്ട് ഇങ്ങനെ ഓരോ മുറികളിൽ കൂടി ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ കണ്ട് പോകാം. അതാണ് സംഭവം. ഇതുപോലെയുള്ള ഒരു പായ്ക്കപ്പലിലാണ് പണ്ട് കൊളംബസും കൂട്ടരും ഈ പറഞ്ഞ ലോകം ചുറ്റാൻ വേണ്ടി ഇറങ്ങിയത്. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ മ്യൂസിയം, ആ മ്യൂസിയത്തിലൊരു മനുഷ്യനില്ല, ഞാൻ മാത്രം ഗൈസ്. നോക്കി എന്തല്ലേ ഇതിൻ്റെ നിർമ്മാണമൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കണ്ടില്ല നോക്കി, മേപ്പോട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. കൊള്ളാം, നല്ല കാശുണ്ടാക്കിയിട്ടുണ്ടാവും പണിത ആൾക്കാർ. പണിയാൻ പെർമിഷൻ കൊടുത്തവരും നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അടിപൊളി. കിങ് ഹെൻറി, കിങ് ഓഫ് ഇംഗ്ലണ്ട്, 1942. പണ്ടത്തെ സ്ലേവറി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഫോട്ടോസ്, ഛായാചിത്രങ്ങളാണ് കേട്ടോ പലതും. ഇതൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളാണല്ലോ, റഷ്യൻ ഡോള്. ഇവിടെ അങ്ങനെ പഴയ പഴഞ്ചൻ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ഇവർ കൂടുതലും ഇങ്ങനെ ഫോട്ടോസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന സെറ്റപ്പുകളാണല്ലോ. ഇസ്രായേൽ, ഓരോ രാജ്യത്തിൻ്റെയും കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓരോ ലോകത്തിൻ്റെ സാധനങ്ങളാണിത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അവരുടെ ബീജിങ്ങിലെ സംഭവങ്ങൾ, ഗോഞ്ചോയിലെ കാര്യങ്ങൾ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഷാങ്കായിലെ മാഗ്ലെ ട്രെയിനുകളും ബാക്കിയുള്ള സംഭവങ്ങളും. ഇതെന്ത് മ്യൂസിയം അവിടെ ഇത്? അങ്ങ് ദൂരം അവിടെ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ താജ്മഹലും ഉണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യം പലരുടെയും മനസ്സിൽ വരുന്നൊരു സംഭവമാണല്ലോ താജ്മഹൽ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഞാനിപ്പോൾ ഉള്ള ഈ ഒരു ഹോള് കംപ്ലീറ്റ് ഇന്ത്യൻ സാധനങ്ങളാണ്. അതിനകത്ത് മൊത്തം ബൾബൊക്കെ ഇങ്ങനെ ബൾബ് ട്യൂബൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, വെളിച്ചമൊന്നുമില്ല. ഇതിനകത്ത് നമുക്കിവിടെ ബീഹാറിലെ നളന്ദ സർവകലാശാലയും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ധോളാവീര ഇതൊക്കെ നമ്മൾ പോയ സ്ഥലങ്ങളാണ്. അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ കേരളമുണ്ട്. കേരളത്തിലെ ആലപ്പുഴ ഇവിടെ ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആസാമിലെ കുറേ സംഭവങ്ങളും, പിന്നെ മൂന്നാർ, നമ്മുടെ കേരളത്തിലെ മൂന്നാറുണ്ട്, രാജസ്ഥാനിലെ മരുഭൂമിയുണ്ട്, ഹിമാലയാസ് ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, കൊണാർക്ക് സൺ ടെമ്പിള്, പിന്നെ സെനോർ ബുദ്ധ ലഡാക്ക്, മഹാബലിപുരം, പിന്നെ അമൃത്സർ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിള്, പിന്നെ മധ്യപ്രദേശിലെ ഖജുറാവോ ടെമ്പിള്. ഇതെല്ലാം ഖജുറാവോ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയതാണ് കേട്ടോ. ഖജുറാവോ നമ്മൾ പോയിട്ടില്ലായിരുന്നു, അതൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ട് ഇവിടെ കൊടുത്തതിൽ. പിന്നെ നമ്മുടെ ക്രിക്കറ്റ്, പിന്നെ വാരണാസിയിലെ ഘാട്ട്, പിന്നെ കേരളത്തിൻ്റെ ആയുർവേദ മസാജ് ഫെസ്റ്റിവൽ, തെലങ്കാന ഫെസ്റ്റിവല്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഹൈദരാബാദിലെ ഫലക്കുന പാലസ്, മൈസൂർ പാലസ്, ജയ്പൂർ കൊട്ടാരം, ഉദയ്പൂർ കൊട്ടാരം, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട്, ഹവാമഹൽ ജയ്പൂർ ഉണ്ട്. പിന്നെ ഇവിടെ രാജസ്ഥാനിലെ പല സംഭവങ്ങളുണ്ട്. വാവ്, ഇത് ഓരോ രാജ്യങ്ങളുടെ എക്സ്പോ ആണ് ഗൈസ്, മനസ്സിലായില്ലേ? അതാണ് സംഭവം. ഇതിനകത്ത് വേറൊരു ബന്ധമില്ല, ഇതൊക്കെ തന്നെയാണുള്ളത്. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് സമാധാനമൊക്കെ ഗൈസ്. നോക്കി ഞാനിപ്പോൾ നടന്ന് ആ ഒരു മ്യൂസിയത്തിന് ഇങ്ങനെ അറ്റെത്തി. ശരിക്കും ട്രൂലി ഒരു 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു കെട്ടിടം പരിപാടികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കംപ്ലീറ്റ് ഓരോ രാജ്യങ്ങൾ നമുക്കിങ്ങനെ കണ്ടു പോകാം. കണ്ടില്ലേ നോക്കിയേ, ഇതെന്താ വള്ളമോ? പോർട്ടോറിക്കോയുടെ ഒരു സംഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പോർട്ടോറിക്കോയ്ക്ക് ഇതുപോലെ വള്ളമൊക്കെ ഉണ്ടോ? ഇത് കൊള്ളാലോ സംഭവം. പക്ഷെ നമ്മുടെ വള്ളത്തിൻ്റെ 7 ആയാലും എത്തുമില്ല കേട്ടോ. അത് ബഹാമസ്, ക്യൂബ, ഇതൊക്കെ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ അത്യാവശ്യം നമുക്ക് കുറേ സ്ഥലം കിട്ടിയിട്ടുണ്ട് റെഡിയാക്കാനായിട്ട്. ഈ കുരസാവോ എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു ഐലൻഡ് കൺട്രിയാണ്. പക്ഷേ ഇത് UN റെക്കഗ്നൈസ്ഡ് കൺട്രി അല്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല ഇപ്പം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ പോകാം. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ നടന്നു പോകുന്നത് ഒട്ടും സേഫ് അല്ല. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തെത്തി. 3 ഐസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. 3 ഐസ് നാഷണൽ പാർക്ക്. ഇവിടെ ഒരു ഭൂലോക സ്കാം പോലത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. റിവ്യൂസ് വായിച്ചപ്പോഴത്തേക്കിനും അത് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്നതിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ ആക്ച്വലി കണ്ടത്. സോ നോക്കട്ടെ എന്നാ പരിപാടി എന്നുള്ളത്. ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും
മോസ്റ്റ് എന്താ പറയുക ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. കാർഡ് പേയ്മെൻറ്റ് ഓൺലി. ഹായ്, നീഡ് 1 ടിക്കറ്റ്? 1. ആ റിവ്യൂവിൽ എഴുതിയിരിക്കുന്ന സ്കാമൊക്കെ ഇവർ ഒഴിവാക്കിയിരുന്നു കേട്ടോ. സ്കാമില്ലല്ലോ, നേരത്തെ ഇവിടെ ഭയങ്കര സ്കാമായിരുന്നു എന്ന് പറഞ്ഞ റിവ്യൂ ഉണ്ടായിരുന്നു. $200. ഹായ്. ഓക്കെ. You see that green sign? Ah. You see that green sign in there? Okay. That green sign, you're going down. Uh-huh. Okay? 3 ice of water downstairs. Okay. The third one, you take the boat, go to the 4 lane and coming back. Best room in the house. Okay. Enjoy the play. Thank you. Hey. ഏയ് കൊള്ളാലോ, ഇവിടെ ഫുള്ള് സ്കാം ആണെന്നാണല്ലോ ആൾക്കാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ ഇവിടെ എന്നാ പരിപാടി എന്നല്ലേ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ ലാൽബാഗൊക്കെ പോലത്തെ ഒരു സ്ഥലം, ഇങ്ങനെ ചുറ്റിനും ഈ പറഞ്ഞ പോലെ ലഷ് ഗ്രീൻ ഫോറസ്റ്റ് പോലെ നിൽക്കുന്ന കുറേ സ്ഥലം. സിറ്റിയുടെ അടുത്താട്ടോ അത്, നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിലായിട്ടാണ് ഈ സ്ഥലം നിൽക്കുന്നത്. 3 ഐസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതായത് 3 മനോഹരമായിട്ടുള്ള ലൈം സ്റ്റോൺ കേവ് പോലെയുള്ള വെള്ളച്ചാട്ടമുള്ള സ്ഥലം. വെള്ളച്ചാട്ടമല്ല, മറ്റേ കേവും പിന്നെ കുളമുണ്ട്. വാവ്, ഇത് കൊള്ളാമല്ലോ സംഭവം, അടിപൊളിയാണല്ലോ. ലൈം സ്റ്റോൺ കേവിൻ്റെ കുളങ്ങളുള്ള ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അത്യാവശ്യം ഇറങ്ങാനുണ്ട്, ഷൂസ് ഇട്ടിട്ട് വേണം വരാനായിട്ട്. എൻ്റെ പൊന്നെ, ഇത് കൊള്ളാടേ, നല്ല അടിപൊളിയായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നതല്ല, ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിലാക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു, വാവ്, ഇതെന്താ ഇത്? എൻ്റെ ദൈവമേ, അടിപൊളി. കണ്ട സെറ്റപ്പ്, നമുക്ക് സ്ഥലം പിടിച്ച് ഇതൊരു രക്ഷയില്ലോട്ടോ. ഇത് നമ്മളെന്തായാലും അതിൻ്റെ അവിടെ മേളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാവില്ല. അത് പൊളി. അതായത് പണ്ട് കാലത്ത് മറ്റേ ലൈം സ്റ്റോൺ കേവുകളായിരുന്നു ഇത്, മനസ്സിലായില്ലേ? അതൊക്കെ അതിൻ്റെ പരിപാടിയൊക്കെ നിന്നു, അതിനെ കംപ്ലീറ്റ് കില്ല് ചെയ്തു. പണ്ട് ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ ഈ ലൈം സ്റ്റോൺ കേവുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ. ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട്, മറ്റേ സാലിസിലേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരുകളൊക്കെ ഇല്ലേ, അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ആ ഒരു സംഭവം ഒക്കെ ഇവിടെ കില്ല് ചെയ്യപ്പെട്ടു, കംപ്ലീറ്റ് അവർ സ്റ്റോപ്പ് ചെയ്തു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുള്ള 3 ലേക്കുണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ, ടൂറിസ്റ്റുകളൊന്നും ഇല്ല ഈ നാട്ടിൽ. അതാണ് ഞാൻ ആലോചിക്കുന്നത്, എന്നാടെ ഇവിടെ ആരും കാണാത്തതെന്ന്. എന്ത് രസമല്ലേ കാണാനായിട്ട് ആ ഒരു സംഭവം. ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്നതല്ലേ. പക്ഷേ ഇതിങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ ഇതുപോലുള്ള 3 കുളങ്ങളുണ്ട്. ആ 3 കുളങ്ങളാണ് ഈ ഭൂമിക്ക് അടിയിലേക്ക് ഇത്രയും ആഴത്തിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള പല സംഭവങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് ആ കാണുന്ന സ്ഥലത്തൂടെ നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റെപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ താഴെ ഇറങ്ങി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. നോ സ്വിമ്മിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പുതിയ ഫോൺ ആക്ച്വലി ഭയങ്കര വർത്താട്ടോ, ഭയങ്കര ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ വീഡിയോസിന് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര പ്യുവർ ലോ ലൈറ്റ് ആണ് ഇവിടെ എല്ലാം. അപ്പോൾ അവളൊക്കെ വളരെ മികച്ച രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഫോട്ടോസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനും പറ്റുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ, നല്ല ചൂടാണ് ഈ രാജ്യത്ത്, നല്ല വേർത്ത് ഒരു പരുവാവും. ഇവിടെ മറ്റേ സാധനം വീഴുന്നുണ്ട് കണ്ടോ, മറ്റേ വെള്ളം വീഴുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇവിടെ മേളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ മലയൊക്കെ ഇതൊക്കെ ഇങ്ങനെ വലുതായി ഇങ്ങനെ പോകും. വാ, എന്ത് ക്ലിയർ ആടേ, അതിൻ്റെ അടിഭാഗം വരെ കാണാൻ നോക്കി. അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. പൊളിച്ച്. ഈ സ്ഥലമൊക്കെ ഒരൊറ്റ ടൂറിസ്റ്റ് ഇല്ലാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഓഫ് സീസണിൽ വന്നാലേ പറ്റുള്ളൂ. ഇത് ഭംഗിയല്ലേ നോക്കി, മത്സ്യങ്ങളൊന്നുമില്ല. ഈ ഒരു കുളം എൻ്റെ അമ്മേ, അവിടുത്തെ ക്ലാരിറ്റി നോക്കി, അത് കണ്ടോ, അതൊക്കെ വെള്ളമാണ് കണ്ടോ, കണ്ടാൽ മനസ്സിലാവും അവിടെ വെള്ളം ഉണ്ടെന്ന് പോലും മനസ്സിലാവത്തില്ല, അത്രയ്ക്ക് ക്ലാരിറ്റിയിൽ കിടക്കുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, 2-3 സ്ഥലങ്ങളിങ്ങനെ ആളുകൾക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി നിൽപ്പുണ്ട്. ഇവിടെ കുളിക്കാൻ കൂടെ സമ്മതിക്കായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഒരു പാർക്കിലേക്ക് വരുമ്പോൾ പാർക്കിൽ വരിക, ഊബർ എടുത്ത് തിരിച്ചു പോവുക. അല്ലാതെ ഒറ്റയ്ക്ക് നടക്കാനോ മറ്റൊന്നും പാടില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോട് പറയും ഈ പാർക്കിൻ്റെയൊക്കെ ചുറ്റുഭാഗം ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും സുരക്ഷിതമല്ല, പലയിടത്തും ഒറ്റയ്ക്ക് നടക്കുന്ന ആൾക്കാരെ, ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന സമീപനമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ 2ാമത്തെ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് 2ാമത്തെ കുളം കാണുന്നത്. കണ്ടോ, ഇത് കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ഒരു ചങ്ങാടം പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് 3ാമത്തെ കുളത്തിൻ്റെ അവിടെ പോകാൻ പറ്റും, എന്നിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. കൊള്ളാമല്ലേ പരിപാടി? സോ നൈസ് സ്ഥലം. ഇത് മറ്റേതിൻ്റെ അത്രയും പോലും വെളിച്ചമില്ല, ഇത് കുറച്ചും കൂടെ
ഇരുട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു കുളം. പക്ഷെ എന്നാലും വളരെ നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ പണിത് കുട്ടപ്പനാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങി പോകാനായിട്ട്. വീട്ടിലെ സ്ഥലം കേട്ടോ. അയ്യോ ചേട്ടാ പോവല്ലേ, അയ്യോ ചേട്ടാ പോവല്ലേ. യെസ് യെസ്, കമ്മിങ്. ഈ പുള്ളി ഈ കാണുന്ന കയറ് വലിച്ച് നമ്മളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അതാണ് പരിപാടി. ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് നടന്ന് കയറി അപ്പുറത്തൂടെ ഇറങ്ങി വരണം. അതാണ് സംഭവം. ഒരു 2 minutes അത്രേ ഉള്ളൂ. 2 മിനിറ്റത്തെ കഷ്ടപ്പാട്. ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ടേ? അതിൽ 50 എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആരും പൈസ ഒന്നും കൊടുത്തുമില്ല. അവൻ പൈസ ഒന്നും ചോദിച്ചില്ല. അതെന്താ പരിപാടി അറിയില്ല. ഇവിടെ കത്ത ചൂടാട്ടോ അതിനകത്ത്. എൻ്റെ പൊന്നോ, ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ വേർച്ച് കുളിച്ചൊരു പരിവായി. തൊപ്പി വെച്ചിരിക്കുന്നത് ചൂടാ. കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കാൻ വയ്യ, അതുകൊണ്ട് തൊപ്പി വെച്ച്. അപ്പോൾ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ 3ാമത്തെ ആ ഒരു കണ്ണിൻ്റെ അവിടെ എത്തി. അതായത് 3 കണ്ണുകൾ എന്നാണ് ഇതിൻ്റെ പേര്. അതെ, ഇതെന്താ പരിപാടി എന്നറിയാമോ? ഇതിവിടെ വന്നിട്ട് തിരിച്ച് അതേ തന്നെ പോകണം. ഇവിടെ വന്നിട്ട് തിരിച്ച് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഇത് വലുതാണ്. ഇസ് ദാറ്റ് എ ചാലഞ്ച് ഓർ സംതിങ്? It's only the kilometers. Kilometers? Far I am away from home. Every capital city. So you take a photo like this? Yeah. Oh, that's nice. So you can make a very good reel or something with that, right? Oh, yeah, that's nice. Okay, where are you from? I'm from Germany. Germany. Oh, cool. Okay, enjoy. That's a nice concept. Yeah. ഗൈസ്, ഇവിടെ കുറേ മീനുണ്ട്. എനിക്ക് അടിപൊളി. എനിക്ക് നല്ല ക്ലിയർ കറുത്ത മീൻ. എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും കുറേ മീനുണ്ട് ഇവിടെ. അടിപൊളി. ഇത് ശരിക്കും ഒരു വലിയൊരു കുളമാണേ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ദിസ് ഈസ് എ റിയലി ബിഗ് കുളം. ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ ചാടാൻ പറ്റുവാണെന്നല്ലായിരുന്നു. ഇത്തരത്തിലുള്ള കുറേ എന്താ സാധനം, ഇത് കണ്ടല്ല, ലാലാണെന്തോ, 4 പോലത്തെ എന്തോ സാധനമൊക്കെ ഇങ്ങനെ വിളിച്ചിവിടെ നിൽപ്പുണ്ട്. കൊള്ളാം, നൈസ്. ഇതൊക്കെ ഈ കടൽ തീരത്ത് ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളാണ്, ഫോർമേഷൻസ് ആണ്. ഈ കാണുന്ന ലേക്കൊക്കെ കണ്ടിട്ട് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കിന് എൻ്റെ അടപ്പ് തെറിച്ചു ഗൈസ്. അയ്യോ, ഒന്നാമത്തെ ചൂട്, ഇതിനിടയ്ക്ക് മുടിഞ്ഞ കയറ്റം. ഞാനാണെങ്കിൽ ആ ഫുഡ് കഴിച്ചത് ചോറ് നല്ല വിശപ്പുണ്ടായിരുന്നു, ഇടിച്ച് കയറ്റി വയറ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ദഹിച്ചതല്ല. ഞാനിവിടെ തിരിച്ച് ഹോട്ടലിൽ പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്താൽ ഇവർ ഇവിടെ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇറ്റ്സ് സംവെയർ ഹിയർ. ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ടാക്സ് ഒക്കെ ഭയങ്കര ചീപ്പ് കേട്ടോ. $1 $2. സുജിത്ത് യാ സുജിത്ത്, നമ്മുടെ നാട്ടിൽ ഓട്ടോ വിളിക്കുന്നതിനെക്കാട്ടി ലാഭമാണ് ഇവിടെ ടാസ്കി. ഐ ആം ബാക്ക് ടു മൈ ഹോസ്റ്റൽ. ഇവിടെ ആൾക്കാർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിടന്നാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരുത്തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? ആൾക്കാർ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇരുന്നിട്ട് ചൂടായതുകൊണ്ടായിരിക്കും പൂളിനകത്തിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനവിടെ താഴെ ബാറിലിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന് വർക്ക് ചെയ്യുന്നു. അതൊക്കെയാണ് ഈ ഹോസ്റ്റൽ ലൈഫിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത്. ഞാനേ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് എനിക്കും കുറച്ച് വർക്കുണ്ട്. ഞാനിവിടെ താഴെ റിസപ്ഷനിൽ ഇവിടെ വൈഫൈ കിട്ടും, റൂമിൽ വൈഫൈ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂട്ടിനാരെന്നേക്ക് വന്ന് കയറി വന്നാൽ അടുത്തൊക്കെ ഇരിക്കുവാ. ഉണ്ടോ ഇവിടെ ഒന്നല്ല, ഇത് ആനയുടെ വലിപ്പമുള്ളൊരു പട്ടി താഴെ ഇരിപ്പുണ്ട്. അയാള് ഭയങ്കര വലിപ്പമുള്ളതൊക്കെ. അത് ഏതാ, റോഡ് വീലറാണോ ഏതാന്ന് എനിക്ക് അറിയില്ല. നല്ല വലിപ്പമുള്ളൊരു പട്ടി. അത് ഇവിടെ മേളില് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ കളിച്ചോണ്ടിരിക്കുന്നു. ഇയാളൊന്നും ഇവിടുത്തെ സ്റ്റാഫൊന്നുമല്ല, ഇയാളൊക്കെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ. ഇവിടെ കുറെ മാസങ്ങളായിട്ടും ആഴ്ചകളായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട് കേസ്. ഇത് അവിടെ അകത്ത് കളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് പൂളിൽ കിടന്ന് പണിയെടുക്കുന്നു, കുറച്ച് പേര് അവിടെ ബാറിലിരുന്ന് പണിയെടുക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ റിസപ്ഷനിൽ ഒരാളുണ്ട്, പുള്ളിയും പണിയെടുക്കുന്ന ആളാണ്. അതായത് പണിയെടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വോളണ്ടറി വർക്ക് ചെയ്യും. 1-2 മാസമൊക്കെ ഫ്രീ ആയിട്ട് ഇവിടെ താമസിച്ച് ഇവിടെ വർക്ക് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ്. എല്ലാവർക്കും വന്നിരിക്കുന്നതല്ലോ. ഭയങ്കര സ്നേഹം കൊതിക്കുന്ന പട്ടിയാണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ ഒന്ന് തലോടി തരുമോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കി എൻ്റെ കാലിൻ്റെ മേലെ മുഖമൊക്കെ എടുത്ത് വെച്ചിട്ട്, എന്തുവാടാ നീ കടിച്ചു പറയുമോ? ഇല്ലല്ലോ. വന്നിരിക്കുവാ എന്നെ അടുത്ത്. ഞാൻ വിളിച്ചിട്ട് വന്നൊന്നുമല്ല, തന്നെ കയറി വന്നതാ. ഇതാണ് മറ്റേ പട്ടി. എന്ത് വലിപ്പമാണെന്നറിയോ, എന്ത് ലുക്കാണെന്നറിയോ. പാവം കേട്ടോ. ഇത് എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെ നിപ്പുണ്ട്. നല്ല സുന്ദരം പട്ടി. ഞാനിന്ന് ഫുള്ള് ബഡ്ജറ്റാണ്. എന്താ നമ്മുടെ നൂഡിൽസ് അധികം ബെർമുഡയിൽ നിന്ന് വാങ്ങിച്ചാണ് കേസ്. ബെർമുഡയിൽ നിന്ന് വാങ്ങിച്ച നൂഡിൽസ് അമേരിക്കയിൽ നിന്ന് ബഹാമസും ടർക്കൻ കൈക്കോസും കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് ഞാനിവിടെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഇരുന്ന് കഴിക്കുകയാണ്. ടോപ്പ് രാമൻ ചിക്കൻ നൂഡിൽസ്.
നമ്മുടെ മറ്റേ സ്പാനിഷ് ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ ഭയങ്കര നല്ലൊരു ചേട്ടനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ വന്ന് എനിക്ക് വെള്ളം ചൂടാക്കി തന്നു, സ്പൂണും ഫോർക്കും ഒക്കെ എടുത്തു തന്നു കഴിക്കാനായിട്ട്. ഇവിടെ എന്നെപ്പോലെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, അവിടെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്.